എന്റെ പേര് ഐനാസ് സുൽത്താന. ഒരു ദിവസം ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോണിലേക്ക് ഒരു റാൻഡം മെസ്സേജ് വന്നു. ആദ്യം ഞാനത് അവഗണിച്ചു. 2 ദിവസത്തിന് ശേഷം വീണ്ടും മെസ്സേജ് വന്നപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് മനസ്സിലായത് ഞാനും അവനും ബന്ധുക്കളാണെന്നതാണ്. അങ്ങനെ നമ്മൾ മെസ്സേജ് ചെയ്യാനും പിന്നീട് ഫോൺ വിളിക്കാനും തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ വളരെ അടുത്തവരായി. ഓരോ കാര്യവും അവൻ എന്നോട് പങ്കുവെക്കുമായിരുന്നു. അവന്റെ ജന്മദിനത്തിൽ ഞാൻ ആശംസിച്ചു. ഡിസംബർ 8-ന് എന്റെ ജന്മദിനത്തിൽ അവനും എന്നെ ആശംസിക്കുകയും എന്നിൽ നിന്നൊരു ട്രീറ്റ് വേണമെന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ എനിക്ക് മറ്റൊരു പ്രപ്പോസൽ വന്നപ്പോൾ എനിക്കതിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്ക് പോലും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്ന സംശയമുണ്ടായി. ഒരിക്കൽ അവന്റെ അങ്കിൾ എന്റെ ആന്റിയോട് എന്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ആന്റി, ഇപ്പോൾ നോക്കുന്നില്ല, ഇൻഷാ അല്ലാ പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ അവനോട് പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് എന്റെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തീരുമാനിച്ചതുപോലെ നടക്കട്ടെ, നമുക്ക് കുറച്ചു സമയം ബ്രേക്ക് എടുക്കാം. അതിനുശേഷം 1 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൻ വീണ്ടും മെസ്സേജ് അയച്ചു. തന്റെ സഹോദരന്റെ എൻഗേജ്മെന്റിന് വരണമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പോയില്ല. തുടർന്ന് ഞാൻ എന്റെ നമ്പറും കോണ്ടാക്റ്റുകളും ഡിലീറ്റ് ചെയ്തു. മനസ്സ് മാറ്റാനായി 3 മാസം ഞാൻ ബാംഗ്ലൂരുവിലെ മാമിയുടെ വീട്ടിൽ താമസിച്ചു. അതോടെ ഞാൻ അവനെ മറക്കാൻ തുടങ്ങി. ബാംഗ്ലൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വരാനിരിക്കുമ്പോൾ വീണ്ടും ഒരു റാൻഡം മെസ്സേജ്. നോക്കിയപ്പോൾ അത് അവന്റെ നമ്പർ. പിന്നീട് മനസ്സിലായത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വഴി എന്റെ നമ്പർ എടുത്താണ് അവൻ മെസ്സേജ് അയച്ചത്. അവൻ ചോദിച്ചു, നീ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത്? ഞാൻ നാട്ടിലെത്തിയ ശേഷം അവൻ ചോദിച്ചു, നീ എന്തിനാണ് നമ്പർ മാറ്റിയത്? ഞാൻ മറുപടി നൽകി, എല്ലാം അല്ലാഹു തീരുമാനിച്ചതുപോലെ നടക്കും. നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ വന്ന് ചോദിക്കൂ. അവൻ തന്റെ ഉപ്പയോട് പറഞ്ഞു. അവന്റെ ഉപ്പ എന്റെ ഉപ്പയെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ എന്റെ ഉപ്പ പറഞ്ഞു, ഇപ്പോൾ അവൾക്ക് വയസ്സ് കുറവാണ്. കുറച്ചു കാലത്തിനു ശേഷം എല്ലാം ഓക്കെയായി. 2024 ഏപ്രിലിൽ അവന്റെ സഹോദരന്റെ വിവാഹം നടന്നു. തുടർന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് തീയതി 2024 മെയ് 12 നിശ്ചയിച്ചു. ആ ദിവസം അവൻ എനിക്ക് ഫ്ലവർ ബുക്കെയും ഗോൾഡ് ബ്രേസ്ലെറ്റും കൊണ്ടുവന്നു. എൻഗേജ്മെന്റ് വളരെ മനോഹരമായി നടന്നു, അൽഹംദുലില്ലാ. എൻഗേജ്മെന്റിന് ശേഷം ഞാനും ഫാത്തിക്കും ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചു. ഐഡിയൽ ഐസ്ക്രീം പാർലറിലേക്കും ബീച്ചിലേക്കും പോയ സന്തോഷ നിമിഷങ്ങൾ ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. എൻഗേജ്മെന്റിന് ശേഷം ഫാത്തിക് സൗദിയിലേക്ക് പോയി. ഇന്നെനിക്ക് വളരെ സ്പെഷ്യൽ ദിവസമാണ്. ഇന്നെന്റെ ഫാത്തിക് എനിക്കൊരു മനോഹരമായ സർപ്രൈസ് നൽകി, ഒരു ഖുറാൻ ഹാമ്പർ. അൽഹംദുലില്ലാ, ഇന്ന് ഞങ്ങളുടെ സ്നേഹം വളരെ മനോഹരമായി മുന്നോട്ടു പോകുകയാണ്.